ഇന്ന് ഞാൻ അത്യാവശ്യത്തിൽ കൂടുതൽ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണ് പോണതെന്ന് ചോദിച്ചാൽ എൻ്റെ ഉപ്പാൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിന് മഞ്ചേരിയിലേക്ക് പോവുകയാണ്. ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് ഒരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഇപ്പാനും സർപ്രൈസ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങളെല്ലാവരും കൂടി ഈ വരുന്ന വിവരം ഇപ്പാക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും ഇപ്പാക്ക് ഉറപ്പാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി ഈ ദിവസം ഇവിടെ എത്തും എന്നുള്ളത്. ഞങ്ങൾ രാവിലെ തന്നെ വേഗം ഇറങ്ങണം എന്ന് വിചാരിച്ചതായിരുന്നു. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പക്ഷെ എല്ലാം സെറ്റായി ഇറങ്ങിയപ്പോൾ ഉച്ചക്ക് 2:30 മണിയായിട്ടുണ്ട്. വീട്ടിലെത്തിയിട്ട് കഴിക്കാമെന്ന് വിചാരിക്കാനുള്ള ആ ഒരു ക്ഷമ ഞങ്ങൾ തലക്കില്ലായിരുന്നു. ഭയങ്കര തലവേദന എല്ലാവർക്കും വന്നപ്പോൾ ഞങ്ങൾ ലൈറ്റായിട്ട് പുറത്തിറങ്ങിയിട്ട് കഴിച്ചു കിട്ടും. പിന്നെ പോകുന്ന വഴിയിൽ നിന്ന് ഒരു കേക്കും കൂടി വാങ്ങിയിട്ട് വേഗം വീട്ടിലേക്ക് വിട്ടു. ഞാൻ എത്തുന്നതിൻ്റെ 2 മിനിറ്റ് മുമ്പേ താത്ത എത്തിയിട്ടുള്ളൂ കേട്ടോ. ഇതാ ജസ്റ്റ് അകത്തേക്ക് പോലും കയറിയിട്ടില്ല. പക്ഷെ എൻ്റെ മക്കളെ കണ്ട ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നതാണ് തോന്നുന്നു കേട്ടോ. അകത്തുനിന്ന് പുറത്തേക്കാണ് വരുന്നോണ്ടിരുന്നത്. ഇതാ ഐറും നിലും ഒരേപോലെ ഉണ്ട് കേട്ടോ. ട്വിൻസ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഒരാൾ പുതിയ ഡ്രസ്സും തൊട്ടെൻ്റെ പട്ടിഷോ ആണ് കേട്ടോ. അതാരും മൈൻഡ് ആക്കണ്ട. ഉമ്മക്ക് പിന്നെ ആര് എവിടെ എന്ത് വന്നാലും ഫുഡ് മുഖ്യം മികിലേന്നാണല്ലോ. അപ്പം ഉമ്മ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഓടി അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും പിന്നെ ഒരുമിച്ച് ഇരുന്ന് അങ്ങോട്ട് ഫുഡ് അങ്ങോട്ട് കഴിച്ചു. ഉമ്മാൻ്റെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയും ബീഫ് ഫ്രൈയും ചിക്കൻ പൊരിച്ചതും നല്ല ചമ്മന്തിയും തൈരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൂട്ടി അങ്ങോട്ട് അടിച്ചു, ഒന്നും അങ്ങോട്ട് നോക്കിയില്ല. ഫുഡ് എല്ലാവർക്കും വിളമ്പി കൊടുത്താൽ പിന്നെ അടുത്ത ഉമ്മാൻ്റെ ജോലി എന്നുള്ളത് പേരക്കുട്ടികളെ നിരത്തി ഇരുത്തി ഫുഡ് തീറ്റിപ്പിക്കുക എന്നുള്ളതാണ്. സാധാരണ ഈ പപ്പടക്കള്ളൻ അവിടെ കടന്ന് തിരിഞ്ഞ് കളിക്കേണ്ടതാണ്. പക്ഷെ സുജി ഇപ്രാവശ്യം നന്നായിട്ട് പപ്പടം ഒന്ന് കഴിയുമ്പോൾ ഒന്നായി ഇങ്ങനെ കൊടുത്തോണ്ട് തന്നെ അവിടെ പോയി അധികം വെറുപ്പിച്ചില്ല കേട്ടോ. പിന്നെ താത്ത കൊണ്ടുവന്ന അരീക്കോട് സ്പെഷ്യൽ ചക്കരമുട്ടായി തിന്ന് അലിഞ്ഞിരിക്കുന്ന കാക്കയാണ് കേട്ടോ. ഇത്രയും സംഭവ ബഹുലമായ കാര്യങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ഉച്ച ഉറക്കത്തിൽ നിന്ന് എണീച്ചു വന്നത്. കണ്ടില്ലേ, വലിയ ഞെട്ടലൊന്നും ഇല്ലല്ലോ. അതിപ്പൊക്കെ അറിയാം എന്ന് എല്ലാരും വരുന്നു. പിന്നെ ഞാൻ പോയി നിലുവിന്റെ പുസ്തകങ്ങളൊക്കെ നോക്കാൻ കേട്ടോ. ഈ വർഷം അവൻ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവന്റെ യൂണിഫോമും ബുക്സും ഒക്കെ ഒന്ന് ഞാൻ എടുത്ത് നോക്കിയാണ് കേട്ടോ. പിന്നെ വന്നതിന്റെ ഉദ്ദേശമൊക്കെ മറന്ന് ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്ന് അങ്ങോട്ട് വർത്താനം പറയുന്നു. അതിന്റെ ഇടയിൽ നിലു താത്താന്റെ കാൽമ ഇരുന്ന് ആടനെ കണ്ടിട്ട് അസൂയ മൂത്ത് ഒരാൾ ഇതാ വീണ്ടും ഒക്കത്ത് കയറിയിട്ടുണ്ട്. ഇനി എന്തായാലും കേക്ക് കട്ട് ചെയ്യാൻ വൈകണ്ടെന്ന് വെച്ചാൽ കേക്കൊക്കെ പുറത്തേക്ക് എടുത്തു. എവിടുന്ന് തുടങ്ങും മല്ലിക എന്നുള്ള ടെൻഷനിലാണ് കേട്ടോ. രണ്ടാള് കേക്കിന് കാവിലിരിക്കണ കണ്ടപ്പോ ഒരു പന്തികേട് തോന്നി. എല്ലാരും ഒന്ന് സെറ്റിൽ ആവണ വരെ എന്റെ കയ്യിലിരിക്കട്ടെ കേക്ക് എന്ന് ഞാൻ അങ്ങോട്ട് വിചാരിച്ചു. കത്തിക്ക് മാച്ച് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് അങ്ങോട്ട് ഇട്ട് വന്നിട്ട് ഇപ്പൊ കട്ട് ചെയ്യാൻ അങ്ങോട്ട് ഒരുങ്ങാണ്. ഇത്രയും വലിയൊരു കേക്ക് ഒറ്റയ്ക്ക് എങ്ങനെ കട്ട് ചെയ്യുന്നുള്ളതുകൊണ്ടാ തോന്നുന്നു 3 പേരക്കുട്ടികളെ വരിക്ക് അങ്ങോട്ട് നിർത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഇപ്പൊ നേരത്തെ കേക്കൊക്കെ കൊടുത്തുന്നുണ്ടെങ്കിലും എനിക്കും സുജിക്കും തന്ന കേക്കിന്റെ വീഡിയോ മാത്രമേ ഇതിലിടുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് വേറെ വേണമെങ്കിൽ ഇട്ടോട്ടെ. പിന്നെ ഞങ്ങൾ വിഷയത്തിൽ നിന്ന് തെന്നിമാറി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു കുഞ്ഞു ഗിഫ്റ്റ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റിന് വലുപ്പത്തിലുള്ള ഒരാളെ കൊണ്ട് ഞങ്ങൾ ആ ഗിഫ്റ്റ് ഞങ്ങൾ കൊടുപ്പിച്ചു. ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് പക്ക് ചിത്രമൊക്കെ വരക്കാനുള്ള നല്ലൊരു പെന്നാണ് കൊടുത്തത്. കൂട്ടത്തിലൊരു ബുക്കും ഇതുമ്മ കൊടുത്ത ഗിഫ്റ്റ് ആണ് കേട്ടോ പൊളിച്ചത്. അവൾ തന്നെ ക്രോഷ്യ ചെയ്ത് ഉണ്ടാക്കിയ ഒരു ക്യാപ്പാണ് അവൾ കൊടുത്തത്. പിന്നെ ഇപ്പൊക്കെ കിട്ടിയ പെണ്ണുകൊണ്ട് മക്കളൊക്കെ ഇരുത്തി വരക്കുകയാണ്. ഇത് നമ്മളെ നിലൂട്ടൻ, പിന്നെ ആര്യൻ, പിന്നെ ഇതുമ്മും റെയിനും ആണ് കേട്ടോ. ഇത് അതിന്റെ ഇടയിൽ കൂടെ ടോട്ടോനും ലിയോനെയും വരച്ചിട്ടുണ്ട്. താത്ത തയ്ച്ചു കൊണ്ടുവന്ന ഒരു ഡ്രസ്സ് പിന്നെ ഇട്ടോക്കാന്ന് വിചാരിച്ചു. നല്ല അടിപൊളിയില്ലേ കാണാൻ വേണ്ടിട്ട്. പിന്നെ ഉമ്മ ഉണ്ടാക്കി നല്ലൊരു പായസവും കുടിച്ചു. വീട്ടിലേക്ക് കുറച്ച് ബിരിയാണിയും പാർസലാക്കി. എല്ലാവരോടും ബൈ ബൈ പറഞ്ഞങ്ങടെ ഇറങ്ങാണ് കേട്ടോ.